ഹായ് ഫ്രണ്ട്സ്, 24 ഡിജിറ്റൽ ഫ്രെയിംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ്. നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആവശ്യമായ സാധനം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇത് വറുത്ത പുഴുങ്ങലരിപ്പൊടിയാണ്. ഇത് പച്ചരിപ്പൊടി, ഇതും വറുത്തതാണ്. ഈ പുഴുങ്ങലരിപ്പൊടിയും പച്ചരിപ്പൊടിയും നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് നല്ല മയം കിട്ടാനാണ്. അപ്പം പിന്നെ ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇത് അരമുറി തേങ്ങ, പിന്നെ കുറച്ച് ജീരകവും ഏലക്കയും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെല്ലവും. ഇനി നമുക്കിത് കുഴയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടാണ് കുഴയ്ക്കേണ്ടത്. അപ്പം ഇനി വെള്ളം തിളപ്പിക്കണം. ഇനി വെള്ളം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ ചിരണ്ടി എടുക്കണം. പിന്നെ അതിനകത്തേക്ക് വെല്ലം ചീവി ഇടണം. എന്നിട്ട് നമുക്ക് ഈ ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചെടുക്കണം. തേങ്ങ ചിരണ്ടിയിട്ടുണ്ട്, അതുപോലെ വെല്ലം ചീവിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഏലക്കയും ജീരകവും കൂടെ പൊടിഞ്ഞിട്ടാൻ പ്രയാസമായതുകൊണ്ട് കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മൂന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ശർക്കരയും എല്ലാം നന്നായിട്ട് ഇളക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കണം വെള്ളം ചേർത്തിട്ട്. നമ്മൾ ഈ പാത്രത്തിലേക്കാണ് നമ്മുടെ പൊടി രണ്ടും കുഴയ്ക്കാൻ പോകുന്നത്. നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ. ഞാൻ ഈ പൊടി മുഴുവൻ ഇതിനകത്തേക്ക് ഇടുകയാണ്. രണ്ട് പൊടിയും സമാസമമായിട്ടാണ് വേണ്ടിയത്. ഇനി നമുക്ക് പുഴുങ്ങലരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് പിന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇളക്കാം. ആദ്യം നമുക്ക് പൊടി വെറുതെ ഒന്ന് മിക്സ് ചെയ്യാം, എല്ലാം നന്നായിട്ടൊന്ന് ഇട്ടാൻ. എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കാം. സ്പൂൺ കൊണ്ട് ആദ്യം ഇളക്കാം. തവി കൊണ്ട് ഇളക്കിയത് ചൂട് കുറവാണ്. ഇപ്പൊ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല ചൂടുവെള്ളത്തിലാണ് ഇത് ഇളക്കേണ്ടത്. ഇനി നമുക്കിത് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായി പരത്തിയിട്ട് തേങ്ങ വെച്ച് കൊടുത്തിട്ട് ഉരുട്ടിയെടുക്കണം. ഇത് നല്ല നൈസായിട്ട് പരന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ തേങ്ങയും വെല്ലവും ഒക്കെ മിക്സ് ചെയ്ത് വെച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്കിത് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം. ഇത് നന്നായിട്ട് ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാം ഉരുട്ടിയെടുക്കാം.
അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ ഇതും കൂടി ഇതിന്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അപ്പച്ചമ്പ് എടുത്ത് വെള്ളം ഒഴിച്ചിട്ട് തട്ടി വെച്ച് ഉണ്ടയെടുത്ത് നമുക്ക് അതിനകത്തേക്ക് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ അപ്പച്ചമ്പിൽ വെള്ളം ഒഴിച്ച് തട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്ത് നമ്മുടെ തട്ടിലേക്ക് വെക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കാം. നമുക്ക് അടുപ്പ് കത്തിക്കാൻ പോവാം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പൊ നമ്മുടെ കൊഴുക്കട്ട എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചിന്നുകുട്ടിയെ വിളിക്കുന്നുണ്ട് ടേസ്റ്റ് ചെയ്യാൻ. ചിന്നുകുട്ടി, ചിന്നുകുട്ടിയാണ് ഞാൻ വിളിക്കുന്നത്. ചിന്നുകുട്ടി, നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചിന്നുവിനെ വിളിക്കാം. ചിന്നു വാ. ഹലോ. ചിന്നു ആണ് ടേസ്റ്റ്. ഇതെന്നാ സാധനം? ഉണ്ട ഇഷ്ടമാണ് ചിന്നുവിന്. എങ്ങനെയുണ്ട് കാണുമ്പോ? നല്ല രസമുണ്ടോ? തിന്നോക്കണ്ടേ? ചൂടുണ്ടാവല്ലോ. ചൂടുണ്ടല്ലോ. മധുരമൊക്കെ ഇഷ്ടായില്ലേ? അപ്പൊ നമ്മുടെ അടിപൊളി ഉണ്ട കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് അടിപൊളി ടേസ്റ്റ് ആണ് അല്ലേ? ഇന്ന് അടിപൊളിയാന്ന് പറഞ്ഞു. അടിപൊളിയാ. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി ഞങ്ങൾ വരും. അതിന് ബൈ ബൈ. ബൈ ബൈ.